ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു, നെഞ്ച് വിശാലമാക്കി കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? നെഞ്ച് വിശാലമാവുക എന്ന് പറഞ്ഞാൽ നല്ല മൈക്ക് ടൈസന്റെ അത്ര ബോഡി ഉണ്ടാവുക എന്നല്ല അതിന്റെ അർത്ഥം. നെഞ്ചൊക്കെ ഇങ്ങനെ വിശാലാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാഷ്യസ് ക്ലൈന്റെ മാത്രമേ മസിൽ പവർ ഉണ്ടാകുക എന്നല്ല. എന്താ അതിന്റെ അർത്ഥം? ഖാലു, സ്വഹാബികൾ പുണ്യ നബിയോട് ചോദിച്ചു, നബിയെ വമാ അലാമത്തു ദാലിക, ഒരാളെ ഹൃദയം വിശാലമാണ്, ഒരാളെ നെഞ്ച് വിശാലമാണ് എന്നതിനുള്ള തെളിവെന്താ നബിയെ? എനിക്ക് വിശാലമായ ഹൃദയമുണ്ട് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം നബിയെ എന്ന് പുണ്യ നബിയോട് ചോദിച്ചപ്പോ ഖാല, ഹബീബായ നബി പറഞ്ഞു, അൽഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിലേക്ക് എപ്പോഴും മടക്കബോധമുണ്ടാവുക. ഹിദായത്ത് എനിക്കുണ്ടോന്ന് എനിക്കറിയാനുള്ള മാർഗം 3 എല്ലാ ദിവസവും 17 വട്ടം നിർബന്ധമായി പറയുന്നുണ്ടല്ലോ. എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ ഹിദായത്ത് നൽകണേ. അല്ലാഹു ഹിദായത്ത് തരട്ടെ. പക്ഷെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാം? പുണ്യ നബി പഠിപ്പിച്ചു. അതിന് 3 കാര്യങ്ങളുണ്ട്, 3 മാർഗങ്ങളുണ്ട്. ആ 3 മാർഗങ്ങൾ എന്റെ ഹൃദയത്തിൽ എനിക്ക് സദാ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാക്കാം എനിക്ക് ഹിദായത്ത് ഉണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പിക്കാം എനിക്ക് ഹിദായത്ത് ഇപ്പോഴില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യനെ ഈ ലോകത്ത് വന്നത് ഹിദായത്തിന് വേണ്ടിയാ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഹിദായത്തിന് വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഒരു ദിവസം 17 തവണ, ഇന്ന് സുബഹിക്ക് 2 തവണ നിർബന്ധമായി പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് വന്നത്. എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പിന്നെ സുന്നത്തായത് വേറെയും, തറാവീഹ് വേറെയും, റവാത്തിബ് വേറെയും, വിത്ർ മുത്തലഖ് വേറെയും, ഇഷ്ടം പോലെ. എന്താ പ്രധാനമായി പറയുന്ന പ്രാർത്ഥന? ഒരു ദിവസം പ്രധാനമായി ഏറ്റവും കൂടുതൽ പറയുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനന്റെ ഉത്തരം നമുക്ക് കിട്ടിയോ നമ്മൾ പരിശോധിക്കണം. അതെങ്ങനെ പരിശോധിക്കുക? ഹബീബായ നബി പറഞ്ഞു, അൽഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ഈ ലോകത്തിന് പോകുമെന്നുള്ള ഇവിടുന്ന് പരിശുദ്ധമായ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള മടക്കബോധം സദാ ഉണ്ടാവുക. 1, അത് കൽബിലുണ്ടോ ഹിദായത്തുണ്ടാവും ആ കൽബിന്. 1. 2, പിന്നെയോ? പിന്നെ വത്തജാഫി അൻ ദാരിൽ ഖുറൂർ, ഈ വഞ്ചനയുടെ ലോകത്ത് നിന്ന് പരമാവധി വിട്ടു നിൽക്കേണ്ടി വരുമെന്ന ചിന്തയുണ്ടാവുക. ഏത് കാണുമ്പോഴും എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹിനോട് ഒരു സ്വഹാബി എന്ന് ചോദിച്ചു, നബിയെ അമലൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഇഖ്ലാസ് വേണ്ടത്ര അങ്ങോട്ട് ഉണ്ടാവണില്ല, ഒരു ഇഖ്ലാസ് ഉറപ്പ് കിട്ടുന്നില്ല. ഹബീബായ നബി പറഞ്ഞു, വഅമൽ യാ ആഖിറതിക കഅന്നക തമൂതു ഗദാ, നാളെ രാവിലെ മരിക്കുമെന്ന് ചിന്തിച്ചാൽ ആരാധിക്കുക. ഇന്നിപ്പോ നമ്മൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ചിന്തിക്ക, ഇത് മിക്കവാറും എന്റെ അവസാനത്തെ ളുഹറാവും എങ്കിൽ ആ ളുഹർ ഇഖ്ലാസിന്റെ ളുഹറാവും. അസ്ർ നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയാ, തറാവീഹ് നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയാ, ഇതിന്റെ അവസാനത്തെ തറാവീഹ. മിക്കവാറും നാളെ തറാവീഹ് ഉണ്ടാവില്ല, നാട്ടുകാർക്ക് ഉണ്ടാവും, എനിക്കുണ്ടാവില്ല, ഇതിന്റെ അവസാനത്തെ തറാവീഹാവും എന്ന്. അന്ന് തറാവീഹ് മുടങ്ങൂല്ല, അന്ന് ദുആന് ഉറങ്ങില്ല. അന്ന് നവൈത്ത് സൗമഗദീൻ പറയുമ്പോ നവൈത്തും പറഞ്ഞേക്ക്, നവൈത്ത് സൗമഗദീൻ അതായി, അതൊക്കെ ഒരു അന്തം വിട്ട കേൾവിയാ ഓരോരുത്തരെ കേൾക്കുക. കാരണം പിന്നെ അന്തം ഉണ്ടാവില്ല. കാരണം അതിന് മാത്രം ഈ പൊരിച്ചത് മുഴുവനും കേറ്റും നോമ്പ് തുറക്കുന്ന നേരത്തെ. പിന്നെ ഒരു തരം മന്ദപ്പിലാണ് തറാവി നിസ്കരിക്കുക. തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പോകുമ്പോഴാണ് ആ കഴിഞ്ഞോ എന്നൊരു തോന്നുള്ളൂ. ഇതൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ എന്റെ മയ്യത്ത് എടുക്കും എന്നാണ് ചിന്തിക്കുക. നാളെ അവന്റെ മയ്യത്ത് എടുക്കുന്ന ദിവസമാണ് എന്നാലോചിക്കുക. അങ്ങനെ ഉണ്ടായാൽ അതാണ് അമലിന്റെ ഇഖ്ലാസിന് കാരണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 3-ാമത്തെ കാര്യം, വൽഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല ലിഖാഇൽ മൗതി, മരിക്കുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് തന്നെ മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഈ 3 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഹിദായത്ത് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് പറയും ഏതൊക്കെ? ഒന്ന് പരലോകത്തേക്കുള്ള മടക്കബോധമുണ്ടാവുക.
രണ്ട്, ഈ ലോകത്തിന്റെ വഞ്ചന വീട്ടിൽ നിന്ന് വിട്ടുപോകണമെന്ന ബോധമുണ്ടാവുക. മൂന്നാമത്തത്, മരിക്കാനുള്ള ഒരുക്ക് സാമാനം എപ്പോഴും ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിൽ നമ്മൾ ഇന്ന് വണ്ടി ഇങ്ങോട്ട് കയറി വരാൻ ഒരുക്ക് സാമാനം ഒരുക്കും, വണ്ടിയിൽ എണ്ണുണ്ടോ നോക്കും. എപ്പോഴും സദാസമയം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഒരു ഹദീസ് പറയാം. അനസിൻ ഖാല ഖാല റസൂലുള്ളാഹി. ശരിക്കണം കേട്ടോ, ഈ ഹദീസ് ശ്രദ്ധിച്ചോളൂ. ഈ ഹദീസിൽ വലിയൊരു കാര്യമുണ്ട്. ഹബീബായ റസൂൽ പറയാ, അനസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ടർ. ഹബീബായ നബി പറയാണ്, കഫാബിൽ മൗതി വാഇലാ. ഒരാൾക്ക് വായിലായി ആര് മതി? മരണചിന്ത. പിന്നെ വേറൊരു വയലന്റെ ആവശ്യമില്ല. ഏത് സമയം വയലനായിട്ട് മനസ്സിലൊരു വയലൻ. വായിലുള്ളാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരു വായലിനെ വെച്ചിട്ടുണ്ട്. മൈക്കല്ല, ഇതൊന്നുമില്ല, അങ്ങനത്തെ സാധനമൊന്നുമില്ല, ഒരു വായലുണ്ട്. എന്താണ് ആ വായൽ പറയുന്നത്? നിനക്കിവിടുന്ന് പോകേണ്ടതാണ്, നിനക്കിവിടുന്ന് വിട പറയേണ്ടതാണ് എന്ന കൽബിലൊരു വായലുണ്ട്. ആ വായലിനെ ശ്രദ്ധിച്ചാൽ തന്നെ വേറൊരു വായലിന്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ വായൽ കൽബിന്റെ ഉള്ളിലുള്ള വായല. ആ കൽബിനുള്ള വായൽ മരണം എന്ന ബോധം നൽകണം. അല്ലാഹു നമുക്ക് തരട്ടെ. ഹബീബായ നബിയോട് അപ്പോൾ ചോദിക്കപ്പെട്ടു, കേട്ടോളൂ, പ്രധാനപ്പെട്ട ഹദീസാണ്, കേട്ടോളൂ. ഖീല യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു അഹദുൻ മഅശ്ശുഹദാ. ഷഹീദന്മാരെ കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? മനസ്സിലാക്കണം, മഹ്ശറയിൽ ഷഹീദന്മാർക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെയാണ് അല്ലാഹുവിന് വേണ്ടി വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക സ്ഥാനം ഉണ്ടാവും. അല്ലാഹു അവരെ കൂടെ ഹയാത്താകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അവരെ കൂടെ ഹയാത്താകാൻ തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്ക്, ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, പുണ്യ നബിയെ, മഹ്ശറിൽ ശുഹദാക്കളോട് കൂടെ നിർത്തപ്പെടുന്ന, ശുഹദാക്കളുടെ സ്ഥാനത്തിലും പദവിയിലും നിർത്തപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ഫഖാല റസൂലുള്ളാഹി. ഉടനെ ഹബീബായ നബി പറഞ്ഞു, നാം മയ്യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ. ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഹദീസ് ശ്രദ്ധിക്കണേ. ഒരു ദിവസം ചുരുങ്ങിയത് 20 തവണയെങ്കിലും ഞാൻ മരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ശുഹദാക്കളുടെ സ്ഥാനത്ത് അവരെയും നിർത്തപ്പെടുമെന്ന് പുണ്യനബി. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് മറക്കരുത്. ഒരു ദിവസം ചുരുങ്ങിയത് 20 വട്ടെങ്കിലും എനിക്ക് മരിക്കണല്ലോ. പിന്നെ അവന്റെ അടുത്ത് തെറ്റുണ്ടാവില്ല. അതാ കാരണം. പിന്നെ അവൻ വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. മരിക്കണമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായാൽ പിന്നെ അവന്റെ കയ്യിൽ നിന്ന് തെറ്റുണ്ടാവില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. മരണത്തെ പേടിക്കാത്തവരുണ്ടായിട്ടില്ല. യഹ്യായിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാന ദാവൂദ് അലൈഹിസ്സലാം ഇദാ ദുകിറൽ മൗതു യബ്കി. ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് സയ്യിദുനാ ദാവൂദ്. എന്താ ദാവൂദ് നബി തസ്ബീഹ് ചെല്ലുമ്പോൾ യുസബ്ബിഹ്നാ വത്തയ്ർ, അവിടെയുള്ള മലകളും ചെടികളും പർവ്വതങ്ങളും, അത് മാത്രമല്ല പക്ഷികൾ വരെ തസ്ബീഹ് ചൊല്ലിയിരുന്ന മഹാനാണ് സയ്യിദുനാ ദാവൂദ്. അത്രയും വലിയ മഹാനാ സയ്യിദുനാ ദാവൂദ്. ലോകം കണ്ട ഏറ്റവും വലിയ ആരാധനയുടെ ആളാ സയ്യിദുനാ ദാവൂദ്. ഈ സയ്യിദുനാ ദാവൂദ് വരെ ഇദാ ദുകിറൽ മൗതു യബ്കി, മരണം എന്ന് പറയുമ്പോഴത്തിന് കരയുമായിരുന്നു സയ്യിദുനാ ദാവൂദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവന് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? മരണം എന്ന് പറയുമ്പോൾ കരയും സയ്യിദുനാ ദാവൂദ്.